മധ്യപൂർവേഷ്യയിൽ ദീർഘനാളത്തെ സംഘർഷങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട സമാധാന കരാറിന്റെ ആയുസ്സിനെ കുറിച്ച് ആശങ്കയുണർത്തിക്കൊണ്ട് ഇസ്രയേൽ വീണ്ടും ലെബനനിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. ഏറെ നയതന്ത്ര ചർച്ചകൾക്കൊടുവിൽ രൂപം കൊടുത്ത സമാധാന ചട്ടക്കൂട് നിലനിൽക്കെ തന്നെയാണ് അതിർത്തികൾ ഭേദിച്ച് ഇസ്രയേൽ സൈന്യം ആക്രമണം അഴിച്ചുവിട്ടത്. ഈ പുതിയ നീക്കം മേഖലയെ വീണ്ടും ഒരു യുദ്ധഭൂമിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വലിയ തോതിലുള്ള ഇടപെടലുകൾക്കും മധ്യസ്ഥ ശ്രമങ്ങൾക്കും ശേഷമാണ് ഇസ്രായേലും ലെബനനും തമ്മിൽ താൽക്കാലികമായെങ്കിലും ഒരു സമാധാന ധാരണയിലെത്തിയത്. എന്നാൽ ഈ ധാരണകളുടെ ഒപ്പുവെക്കൽ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് അധികം ദിവസമാകും മുൻപ് തന്നെ ആക്രമണങ്ങൾ പുനരാരംഭിച്ചത് കരാറിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പ്രത്യാശിച്ച ലബനീസ് ജനതയ്ക്ക് ഈ പുതിയ നീക്കം കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചത്. ഇസ്രായേൽ പ്രതിരോധ സേന ലെബനനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് മിന്നലാക്രമണങ്ങൾ നടത്തിയത്. ഹിസ്ബുള്ളയുടെ സൈനിക താവളങ്ങളും ആയുധ സംഭരണശാലകളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. എന്നാൽ ജനവാസ മേഖലകൾക്ക് സമീപമുണ്ടായ സ്ഫോടനങ്ങൾ കനത്ത നാശനഷ്ടങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തിയും പരത്തിയിട്ടുണ്ട്. കരാർ നിലവിലുണ്ടായിട്ടും ഇസ്രായേൽ ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ സൈനിക കാരണങ്ങൾ ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹിസ്ബുള്ള സമാധാന കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ച് അതിർത്തികളിൽ വീണ്ടും പുനഃസംഘടന നടത്തുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് തങ്ങളെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്ന് ഇസ്രായേൽ ഭരണകൂടം വാദിക്കുന്നു. തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നിനെയും വെച്ചുപൊറുപ്പിക്കില്ലെന്ന നിലപാടിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മറുഭാഗത്ത് ഇസ്രായേലിന്റെ ഈ നടപടിയെ കടുത്ത ഭാഷയിലാണ് ഹിസ്ബുള്ളയും ലെബനൻ സർക്കാരും അപലപിച്ചത്. സമാധാന കരാറിനെ ഇസ്രായേൽ പൂർണ്ണമായും വഞ്ചിച്ചുവെന്നും സ്വന്തം പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്നും ലെബനൻ ആരോപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നതെന്ന് ബെയ്റൂട്ടിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു. തുടർച്ചയായ ഈ ആക്രമണങ്ങൾ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വൈര്യം കൂടുതൽ കടുപ്പമുള്ളതാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ദീർഘകാലമായി തുടരുന്ന ഈ പോരാട്ടം താൽക്കാലികമായി ശമിച്ചുവെന്ന് കരുതിയ ഘട്ടത്തിലാണ് വീണ്ടും മിസൈലുകൾ അതിർത്തി കടന്നെത്തുന്നത്. ഇത് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളുടെ എല്ലാ വാതിലുകളും അടയ്ക്കാൻ കാരണമായേക്കാം. മേഖലയിലെ ഈ പുതിയ സംഭവവികാസങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. യുദ്ധം നിർത്തിവെക്കാൻ മുൻകൈയെടുത്ത ആഗോള ശക്തികൾക്ക് ഇസ്രായേലിന്റെ ഈ ഏകപക്ഷീയമായ നീക്കം വലിയൊരു തിരിച്ചടിയാണ്. സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങൾ ഇസ്രായേലിനോട് ഈ ആക്രമണങ്ങളിൽ നിന്നും പിന്തിരിയാൻ അടിയന്തരമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലെബനനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ഇതോടെ വീണ്ടും ദുസ്സഹമായി തീർന്നിരിക്കുകയാണ്. സമാധാന കരാർ പ്രഖ്യാപിക്കപ്പെട്ടതോടെ തങ്ങളുടെ തകർന്ന വീടുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും മടങ്ങി വരാൻ തുടങ്ങിയ പലരും വീണ്ടും സുരക്ഷിത താവളങ്ങൾ തേടി പലായനം ചെയ്യേണ്ട അവസ്ഥയിലാണ്. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ വരും ദിവസങ്ങൾ എന്താണ് സംഭവിക്കുക എന്നറിയാത്ത കടുത്ത അനിശ്ചിതത്വത്തിലാണ് ജീവിക്കുന്നത്. ഈ ആക്രമണങ്ങൾ മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ നടപടി മധ്യപൂർവേഷ്യൻ സമാധാന പ്രക്രിയകളെ മുഴുവൻ അട്ടിമറിക്കുന്നതാണെന്ന വിവിധ അറബ് വിദേശകാര്യ മന്ത്രാലയങ്ങൾ പ്രസ്താവന ഇറക്കി. പലസ്തീൻ, സിറിയ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലെ സംഘർഷങ്ങളിലേക്കും ഈ പ്രശ്നം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നയതന്ത്ര വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ സമാധാന കരാർ ഔദ്യോഗികമായി തന്നെ റദ്ദാക്കപ്പെടും. ഹിസ്ബുള്ളയും തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ അത് ദക്ഷിണ ലെബനനിലെ അതിർത്തികളെ വീണ്ടും രക്തരൂഷിതമായ യുദ്ധക്കളമാക്കി മാറ്റും. ആധുനിക ആയുധങ്ങളുമായി ഇരുപക്ഷവും നിലയുറപ്പിച്ചിരിക്കുന്നതിനാൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം വലിയ വിനാശമായിരിക്കും വിതയ്ക്കുക. ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ നീക്കം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന ആക്ഷേപം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷിതമാക്കാൻ സൈനിക നടപടികൾ അത്യാവശ്യമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഭരണപക്ഷം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന നിലയുറപ്പിച്ചിരിക്കുന്ന മേഖലകളിലാണ് ഈ സംഘർഷങ്ങൾ പലതും നടക്കുന്നത് എന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. സമാധാന സേനാംഗങ്ങളുടെ സുരക്ഷ പോലും ഇപ്പോൾ ഭീഷണിയിലാണ്. ആക്രമണങ്ങൾ ഉടനടി നിർത്തണമെന്നും ഇരുപക്ഷവും അന്താരാഷ്ട്ര അതിർത്തിയായ ബ്ലൂ ലൈൻ മാനിക്കണമെന്നും UN കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഈ സംഘർഷം ബാധിച്ചേക്കാമെന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. മധ്യപൂർവേഷ്യയിൽ യുദ്ധം രൂക്ഷമായാൽ അത് അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില വർദ്ധിക്കുന്നതിനും കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നതിനും കാരണമാകും. ലോകരാജ്യങ്ങൾ എല്ലാം തന്നെ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഈ സാഹചര്യത്തിൽ മറ്റൊരു യുദ്ധം വലിയ ആഘാതമായിരിക്കും സൃഷ്ടിക്കുക.
വരും ദിവസങ്ങളിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം ഈ പ്രതിസന്ധിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. ശക്തമായ തിരിച്ചടിക്ക് ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ലോങ് റേഞ്ച് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള വലിയൊരു ആക്രമണത്തിനാണ് അവർ മുതിരുന്നതെങ്കിൽ ഇസ്രയേലിന്റെ പ്രധാന നഗരങ്ങളും ലക്ഷ്യമാക്കപ്പെടാം. മധ്യപൂർവേഷ്യയിൽ സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ വീണ്ടും കനത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഒരു കരാറിലൂടെയും പരിഹരിക്കാൻ കഴിയാത്തത്ര ആഴത്തിലുള്ളതാണ് ഇരുപക്ഷവും തമ്മിലുള്ള അവിശ്വാസമെന്ന ഈ സംഭവം തെളിയിക്കുന്നു. ശക്തമായ അന്താരാഷ്ട്ര ഇടപെടലുകളും വിട്ടുവീഴ്ചകളും ഇല്ലാതെ ഈ പ്രദേശത്ത് ശാശ്വതമായ ഒരു സമാധാനം കൊണ്ടുവരിക എന്നത് അസാധ്യമായി തുടരുകയാണ്.